എൻ്റെ പേര് അൻസിൽ എന്നാണ്. ഞാൻ വയനാട് വൈത്തിരി എന്നാണ്. ഈ ഒരു ഹണി മ്യൂസിയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയമാണ്. അതേപോലെ തന്നെ ലോകത്തിലെ രണ്ടാമത്തെ ഹണി മ്യൂസിയമാണ് ഈ ഒരു ഹണി മ്യൂസിയം. നമ്മുടെ ഹണി പ്രോസസ്സിങ് യൂണിറ്റ് ആണിത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ തേൻ്റെ അട കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യമായിട്ടും പിഴിഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കും. ശരിക്കും ഇത് പിഴിഞ്ഞെടുക്കാൻ പാടില്ല, അറിയോ? കാരണം എന്താ വെച്ചാൽ നമ്മളെന്ത് ചെയ്യും, തേനീച്ചക്കൂടൊക്കെ പുകച്ച് തേനീച്ചല മൊത്തം പുറത്ത് ചാടിച്ച് എന്നിട്ട് കയറി കൂടടിക്കും പിഴിയൊക്കെ ചെയ്യാം. പക്ഷെ ഇതിൽ പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടാവും, ഇതിൻ്റെ ലാർവകളുണ്ടാവും, ഇതിൻ്റെ മുട്ടകളുണ്ടാവും, ഇതിൻ്റെ ബോഡി വേസ്റ്റുകളുണ്ടാവും, ഇതിൻ്റെ വേസ്റ്റുകളുണ്ടാവും. അതുപോലെ തന്നെ ഈ കൂട് മുഴുവൻ അവർ മേക്ക് ചെയ്യുന്നത് അവരുടെ ശരീരത്തിൽ ഒരു മെഴുകൊക്കെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. മെഴുകൊക്കെ കൂടി ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന ഈ അട ഇതൊക്കെ കൂടി ഇൻക്ലൂഡ് ആയിരിക്കും. നമ്മളെന്ത് ചെയ്യും, അത് പിഴിഞ്ഞെടുക്കും കഴിക്കും. അപ്പം പഴയ ആളുകളൊക്കെ പറയുന്നില്ല തേനധികം കഴിക്കരുത്, തേനധികം കഴിച്ചാൽ വയറുവേദന ഉണ്ടാവും, വയറുസ്തംഭനം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഈ റീസൺ ഉണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, തേൻ പ്രോസസ് ചെയ്യണം, തേനിലെ വേസ്റ്റ് കണ്ടന്റുകളൊക്കെ റിമൂവ് ചെയ്യണം. ആ ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ ഒരു പ്രോസസ്സിംഗ് പ്ലാനിലൂടെ ചെയ്യുന്നത്. അതിനായിട്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നമ്മൾ ഇതേപോലത്തെ റോ ഹണികൾ കളക്ട് ചെയ്ത് വരുന്നുണ്ട്. നോക്കിയാൽ തന്നെ വേസ്റ്റസ് ഒക്കെ കാണാൻ കഴിയും ഈ ഹണിയിൽ. ഇങ്ങനത്തെ റോ ഹണികൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്. ഈ റോ ഹണിയൊക്കെ ഈ ഒരു ചേമ്പറിലേക്കാണ് നമ്മൾ ഫസ്റ്റ് എത്തിക്കുന്നത്. ഈ ചേമ്പറിന് 2 ലെയറുകളാണ്. ഈ പുറമേ കാണുന്ന ലെയറിൽ കംപ്ലീറ്റ് വെള്ളമാണ്. ഇതിനുള്ളിലത്തെ ലെയറിലേക്കാണ് നമ്മൾ തേൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പുറമേ ലെയറിലുള്ള വെള്ളത്തിന് നമ്മൾ ചൂടാക്കും. ഈ വെള്ളത്തിൻ്റെ ചൂടുകൊണ്ടാണ് ഉള്ളിൽ ഒഴിച്ചു കൊടുക്കുന്നത് തേൻ ചൂടാകുന്നത്. തേൻ ഒരിക്കലും ഡയറക്റ്റ് ഹീറ്റ് ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് തേൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തേനിലെ എല്ലാ ഔഷധ ഗുണങ്ങളും നഷ്ടപ്പെടും. തേൻ പിന്നെ ഉപയോഗിക്കുന്നതിന് കാര്യം ഉണ്ടാവില്ല. നമ്മൾ വെള്ളത്തിന് ചൂടാക്കും, വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് തേൻ ചൂടാകും. ആ സമയത്ത് തേനിലെ വേസ്റ്റ് കണ്ടന്റുകളൊക്കെ ഇതേപോലെ പദരൂപത്തിന് മുകളിലേക്ക് പൊന്തി വരും. തേനിന് വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ട് തേൻ അടിയിലൂടെ നിൽക്കും. നമ്മളെന്ത് ചെയ്യും, മാനുവലി ഈ വേസ്റ്റ് കണ്ടന്റുകളൊക്കെ റിമൂവ് ചെയ്ത് കളയും. എന്താ വെച്ചാൽ ഈ വേസ്റ്റ് ആണ് ഇപ്പൊ പതയെ കിടക്കുന്നത്. റോ ഹണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ കാണിച്ചതാണോ റോ, അല്ലെങ്കിൽ ഇതാണ് റോ ഹണി. ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇത് പ്രോസസ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് മുകളിലേക്ക് പൊന്തി ഇതേപോലെ മുകളിലേക്ക് വരും. നമ്മളെന്ത് ചെയ്യും, മാനുവലി ഇതൊക്കെ റിമൂവ് ചെയ്ത് ബാക്കി വരുന്ന മൈക്രോ വേസ്റ്റ് ഒരു മൈക്രോ ഫിൽറ്ററിന്റെ സഹായത്തോടു കൂടി റിമൂവ് ചെയ്യും. തേനങ്ങനെ നമ്മൾ 1ാമത്തെ ചേമ്പറിൽ നിന്ന് 2ാമത്തെ ചേമ്പറിലേക്ക് എത്തിക്കുക. ആ ടൈമിലേക്ക് ആ ചേമ്പറിലേക്ക് തേനിലെ വേസ്റ്റ് കണ്ടന്റുകളൊക്കെ ഉണ്ടാവും, പോയിട്ടുണ്ടാവും. അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട തേനിലെ ജലാംശമാണ്. ഇന്ത്യയിൽ തേൻ സെല് ചെയ്യണമെങ്കിൽ 20% മാത്രമേ തേനിൽ ജലാംശം ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളവിടെ ചെക്ക് ചെയ്യും. 20 ആണെങ്കിൽ നമ്മൾ അവിടെ തന്നെ തേൻ കളക്ട് ചെയ്യും. 20ന്റെ മേലെയാണ് ജലാംശമെങ്കിൽ ഈ ഒരു ചേമ്പറിലേക്ക് തേൻ എത്തിക്കും. ഇതൊരു വാക്യൂം ചേമ്പറാണ്. ഇതിനുള്ളിൽ കംപ്ലീറ്റ് പ്രഷറാണ്. ഈ പ്രഷറിലേക്ക് തേൻ വന്ന് വരുമ്പോൾ തേനിലെ വാട്ടർ കണ്ടന്റുകളൊക്കെ ബബിൾസ് രൂപത്തിൽ പോകും. ഈ ബബിൾസ് രൂപത്തിൽ പോകുന്ന വാട്ടർ കണ്ടന്റ് ഒരു വാക്യൂം ചെയ്യും, സക്ക് ചെയ്തെടുക്കും. അത് നേരെ കൂളിംഗ് ടവറിലേക്കാണ് പോകുക. അങ്ങനെ കൂളിംഗ് ടവർ വെച്ച് തേനിലെ ജലാംശം വെള്ളമായിട്ട് മാറി ചെയ്യും. അങ്ങനെ നമ്മൾ തേനിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വെള്ളമാണിത്. സ്മെല്ല് ചെയ്തോട്ടെ, സ്മെല്ല് ചെയ്തോട്ടെ. വെള്ളം കൊണ്ട് ഇതിൻ്റെ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. റിഫ്രാക്ടോമീറ്ററിൽ ഈ ചേമ്പറിന് വെറും റോ മാത്രം വേസ്റ്റ് കണ്ടന്റുകളൊക്കെയാണ് റിമൂവ് ചെയ്യുന്നത്. ഇതിലേക്ക് എത്തുമ്പോൾ വെള്ളമാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇതിലെത്തിയിട്ടാണ് വെള്ളം നമ്മൾ ഇതിന് കളയുന്നത്. അങ്ങനെ വേർതിരിച്ചെടുക്കുന്ന വെള്ളമാണിത്. ഇങ്ങനെ ഇത്രയും പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ഹണി കിട്ടുന്നത്, പ്യുവർ ഹണി. ഈ ഹണിക്ക് എക്സ്പയറി ഇല്ല. 1000 കൊല്ലം വരെ ഉപയോഗിച്ചാൽ ഈ തേൻ കേടാവും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ടാവും കേട്ടോ, കൈയിട്ട് വരി കളിക്കാതിരിക്കുക, ഡ്രൈ സ്പൂൺ മാത്രം ഉപയോഗിക്കുക, മൂടിയൊക്കെ നല്ലോണം ടൈറ്റ് ചെയ്ത് ഒരു 1000 കൊല്ലം വരെ ഉപയോഗിക്കാൻ പറ്റും ഈ തേൻ. നമുക്കുള്ള മ്യൂസിയം എന്താണെന്ന് അത് പതയല്ല. തേൻ വന്ന് നിന്ന് കുറേ കാലം നിന്ന് കഴിയുമ്പോഴുള്ള പാടാണ്. അല്ലാതെ തേനുകളൊക്കെ അല്ല ഉള്ളിൽ തേൻ മ്യൂസിയം കണ്ടാൽ തന്നെ വേണ്ട ഒറിജിനൽ തേനാണ്. ഇവിടെ നമ്മൾ തേനീച്ചക്കൂടിനുള്ളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരു തേനീച്ചക്കൂടിൽ എത്ര ടൈപ്പ് തേനീച്ചകൾ ഉണ്ടെന്ന് അറിയാം?
മൂന്ന് തരം തേനീച്ചകളാണ് ഒരു കൂട്ടിലുണ്ടാവുക. ആൺ തേനീച്ച ഉണ്ടാവും, അതേപോലെ തന്നെ പെൺ തേനീച്ച ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു റാണി ഉണ്ടാവും. ഇവരെങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാല് ആൺ തേനീച്ചകൾക്കൊക്കെ ഒരേ ബോഡി ആയിരിക്കും, ചെറിയ ചിറകുകളൊക്കെ ആയിരിക്കും. പെൺ തേനീച്ച ആണെങ്കിൽ ഇവിടെ ഹെഡൊക്കെ ചെറുതായിരിക്കും, വിങ്സ് ഒക്കെ വലുതായിരിക്കും. അതുപോലെ തന്നെ റാണി കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യവും ഏറ്റവും വലുപ്പം ഒക്കെ റാണി തേനീച്ചക്ക് ഉണ്ടാവുക. ഈ റാണി തേനീച്ച പെർ ഡേ കൂട്ടിൽ 2000 മുതൽ 2500 മുട്ടകൾ ഇടുന്നുണ്ട്. അടുത്ത ജനറേഷൻ ഈ കൂട്ടിൽ രൂപീകരിക്കാനുള്ള കഴിവ് റാണിക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ പെൺതേനീച്ച മുട്ടയിടും, പക്ഷെ അതൊന്നും വിരിയാറില്ല. വിരിഞ്ഞാൽ തന്നെ ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു വരാം. ഇതിന്റെ റീസൺ, അതായത് നമ്മുടെ ആൺതേനീച്ചക്ക് ഇത്രയും സ്പെഷ്യാലിറ്റീസ് കിട്ടാനും പെൺതേനീച്ചക്കും അതുപോലെ തന്നെ നമ്മുടെ റാണിക്ക് ഇത്രയും സ്പെഷ്യാലിറ്റീസ് കിട്ടാനും ആൺതേനീച്ചകൾക്കും പെൺതേനീച്ചകൾക്കും ഇത് കിട്ടാതിരിക്കാനും കാരണം ഇവരെ കഴിക്കുന്ന ഫുഡാണ്. നമ്മുടെ ആൺതേനീച്ചും പെൺതേനീച്ചും കഴിക്കുന്ന ബീ ബ്രെഡ് എന്ന് പറയുന്ന ഒരു ഫുഡാണ്. ബീ ബ്രെഡ് എന്ന് പറഞ്ഞാൽ തേനും അതുപോലെ തന്നെ പൂമ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫുഡാണ്. പക്ഷെ നമ്മുടെ റാണി തേനീച്ച ഈ ഒരു സ്റ്റേജ് മുതൽ അവളുടെ കൂട്ടിൽ ഫില്ല് ചെയ്ത് അവൾ മരണം വരെ കഴിക്കുന്നത് റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫുഡാണ്. ഈ റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ എല്ലാ പെൺതേനീച്ചകളും ജനിച്ച് ആദ്യത്തെ 20 ഡേയ്സിൽ അവരുടെ ഹെഡിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട്, അതിൽ നിന്ന് മെൽറ്റായി വരുന്നൊരു മിൽക്കാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഈ ഒരു ഫുഡ് മാത്രമാണ് നമ്മുടെ റാണി തേനീച്ച കഴിക്കുന്നത്. അതുകൊണ്ടാണ് റാണിക്ക് ഇത്രയും സ്പെഷ്യാലിറ്റീസ് ഇല്ല. അതേപോലെ നമ്മുടെ ആൺതേനീച്ചയും പെൺതേനീച്ചയും ആകെ ജീവിക്കുന്നത് 4 മുതൽ 5 മാസം വരെയാണ്. പക്ഷേ റോയൽസിൽ കഴിക്കുന്ന റാണി തേനീച്ച 5 വർഷം വരെ ജീവിക്കും. ഈ പെൺതേനീച്ചകളാണ് ഈ കൂട്ടത്തിൽ എല്ലാ ജോലിയും ചെയ്യുന്നത്. കൂട് ഉണ്ടാക്കുന്നത്, കൂട് വൃത്തിയാക്കുന്നത്, കൂട്ടിലേക്കുള്ള ഫുഡ് കൊണ്ടുവരുന്നത്, സോൾജേഴ്സ്, നേഴ്സ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യുന്നത് പെൺതേനീച്ചകളാണ്. ഇവരെ വർക്കർ ബീസ് എന്ന് അറിയപ്പെടുന്നത്. ആൺതേനീച്ചകൾ പൊതുവെ മടിയന്മാരാണ്, ഒരു പണിയും ചെയ്യുക. ഫുഡ് കഴിക്കുക, റാണിയായിട്ട് മെയ്റ്റ് ചെയ്യുക, ഇത് രണ്ടും മാത്രമാണ് ആൺതേനീച്ചകൾ ചെയ്യുന്ന പണി. ഇവരെ ലേസി ബീസ് അല്ലെങ്കിൽ മടിയനീച്ചകൾ എന്നാണ് ആൺതേനീച്ചകൾ അറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയിൽ കാണപ്പെടുന്ന 5 ടൈപ്പ് തേനീച്ചകളാണ്. ഒന്ന് എപ്പിസ് സെറനാറ്റിക്, ലെയർ ലെയറായിട്ടുള്ള കൂടിച്ചുള്ള തേനീച്ചകളാണ്. എപ്പിസ് മെല്ലിഫ്ര ഫാമിംഗ് ബീസ് ആണ്. ഇരടിപ്പനിസ് തന്നെ അറകൾ പോലെ കൂടിടുന്ന തേനീച്ചകളാണ്. ഡോർസാറ്റ ഉയരം കൂടി മരത്തിന്റെ മേലെ കൂടിടുന്ന തേനീച്ചകൾ. അതേപോലെ എപ്പിസ് ഫ്ലോറി, കോൾ തേനീച്ച എന്നൊക്കെ പറയുന്ന തേനീച്ച വിഭാഗമാണ്. എപ്പിസ് ഫ്ലോറി, കോൾ തേനീച്ച എന്നൊക്കെ വിളിക്കുന്ന തേനീച്ച വിഭാഗം. ആ തേനീച്ച അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനത്തെ കൂടുകളൊക്കെ കണ്ടിട്ടില്ലേ? വീടിന്റെ തറയുടെ സൈഡിലൊക്കെ കൂടുകളൊക്കെ കണ്ടിട്ടില്ലേ? ചെറുതേനാണ് ഇത്. തേനീച്ചയുടെ കണ്ണിന്റെ സ്ട്രക്ചറാണ്. തേനീച്ചക്ക് എത്ര കണ്ണുണ്ട് അറിയോ? എത്ര കണ്ണുണ്ട് തേനീച്ചക്ക്? 2. എത്ര കണ്ണുണ്ട് തേനീച്ചക്ക്? 2. ഇതാ തെറ്റിട്ടോ. എത്ര കണ്ണുണ്ട് അറിയോ? 5 കണ്ണുകളുണ്ട് തേനീച്ച. 3 കണ്ടവിടെ. 3 ഒസല്ലി ഐസും 2 കോമ്പൗണ്ട് ഐസും ഉണ്ട്. അപ്പൊ എത്ര എണ്ണായി? 5 എണ്ണായി. 5 എണ്ണായി. ഈ 2 കോമ്പൗണ്ട് ഐസിനെ 1000കണക്കിന് ലെൻസുകൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കൂട്ടിലേക്ക് കല്ലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കല്ല് എവിടെന്നാ വരുന്നത്, അത് വന്ന് എവിടെ പതിക്കും, വരുന്ന ആൾ എവിടെ പോയി വിളിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തേനീച്ച ചെയ്യും. സെക്കൻഡിനുള്ളിൽ സെൻസ് ചെയ്യും. എവിടെ പോയി വിളിച്ചാലും കുത്തു കിട്ടും. ഈവൻ വെള്ളത്തിൽ മുങ്ങി കിടന്നവരെ തലേന്റെ മേലെ വന്നിട്ടും പൊന്തി കഴിഞ്ഞാൽ കുത്തു കിട്ടും. അപ്പൊ തേനീച്ചക്കൂട്ടിലൊക്കെ വന്നവരും കല്ല് നേരിടേക്കും. ഇവിടെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള തേനിനെ കുറച്ച് സ്വാഭാവിക രീതിയിലൊക്കെയാണ് പരിചയപ്പെടുന്നത്. ചില ആൾക്കാരൊക്കെ തേൻ അതേപോലെ കറുത്ത നിറത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കരുത് എന്ന് പറയും. ശരിക്കും ഉപയോഗിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. തേൻ കറുത്ത നിറത്തിലേക്ക് എത്തുന്ന കാലപ്പഴക്കം കൊണ്ടാണ്. ഈ ഒരു സ്റ്റേജിലേക്ക് തേൻ എത്തുമ്പോൾ തേന്റെ ഗുണവും അതുപോലെ തന്നെ വീര്യവും ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ ശരിക്കും പുതിയ തേനെക്കാട്ടും ബെസ്റ്റ് തേൻ ഈ തന്നെയാണ്. ഇതിനായിരിക്കും ഗുണവും കൂടുമ്പോഴാണ് ഗുണവും വീര്യം ഒക്കെ കൂടുതൽ. ഫ്രിഡ്ജിൽ വെക്കുന്ന വിഷയമുണ്ടോ? ഇല്ല, വിഷയമില്ല. നല്ല എങ്ങനെയായിരുന്നു ഇതുപോലത്തെ ഒരു ഹണി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗൾഫിലൊക്കെ പോയി ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? എവിടെ തന്നെ ജിദ്ദയിലുണ്ടോ? ഞാൻ ഗൾഫിൽ പോയി ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള കാരണം ഇത് ഇന്ത്യയിൽ എക്സ്പോർട്ടിങ് നടക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിങ് നടക്കുന്നതാണ് കടുകിന്റെ തേന. ഹിമാചൽ പ്രദേശിലേക്ക് മഞ്ഞ് പെയ്യുന്ന സമയത്ത് അവിടുത്തെ കടുക് തോട്ടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കടുകിന്റെ തേന. ഇത് കഴിച്ചിട്ട് നമ്മുടെ ബോഡി ഹീറ്റാവും. ബോഡി ഹീറ്റായാലും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു തേൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തേനിന്റെ സ്വഭാവം പറയാം. നിങ്ങൾ കൊടുന്നൊരു തേൻ വാങ്ങി, നാളെ രാവിലെ അപ്പോഴത്തേക്കും തേനത് അതേപോലെ എന്താ പറയും? പറയോ? പഞ്ചസാര അറിയോ? പറയോ? പഞ്ചസാര അറിയുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ചിന്താഗതിയെ തെറ്റാണ്. തേൻ കണ്ടുപിടിക്കുന്നത് ചിന്താഗതിയെ തെറ്റാണ്. ജസ്റ്റ് ഗൂഗിളൊക്കെ ആൾക്കാരല്ലേ, ജസ്റ്റ് ഒന്ന് ഹണി ക്രിസ്റ്റലൈസേഷൻ എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അപ്പോൾ കാണാം തേനിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ക്രിസ്റ്റൽ ആവുന്നത്. ഇതിന് കാരണം വരുന്നത് ഒന്ന് തണുത്ത കാലാവസ്ഥയിലേക്ക് പോയതാണ്, രണ്ടാമത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് റേഷ്യോ ഉണ്ട്, ഇതിന് വ്യത്യാസമുണ്ട്.
കഴിഞ്ഞാൽ തേൻ കട്ട പിടിക്കും. അതായത് നാട്ടിൽ കൊണ്ടുപോയി ഞാൻ പറഞ്ഞേ നാട്ടിൽ തേൻ കൊണ്ടുപോയിട്ട് പഞ്ചസാര നമ്മൾ കട്ട് കൊടുക്കില്ലേ അതേപോലെ അടിയിൽ ഇങ്ങനെ ജെല്ല് അതേപോലെ തന്നെ ഇതേപോലെ അല്ല പക്ഷെ നമ്മളെ ഒരു നമ്മളെ ക്രിസ്റ്റൽ എന്ന് പറയില്ലേ അതേ അവസ്ഥ മേൽഭാഗത്തേക്ക് കണ്ടില്ലേ ഇതേപോലെ തേൻ ക്രിസ്റ്റൽ ആവുന്നതാണ്, പഞ്ചസാര ഇളക്കിയതല്ല. ഇതൊക്കെ പ്യുവർ ഹണിയാണ്. തേനിന്റെ ഒരു സ്വഭാവമാണ് ക്രിസ്റ്റൽ ആവുക എന്നുള്ളത്. ഈ വൈറ്റ് ഹണി ഇല്ലേ ഇത് അപ്പൊ ഇങ്ങനെ ഇതായി വരുന്നത് അത് മെൽറ്റായി വരുന്നതാണ്. അത് ക്രിസ്റ്റൽ ഫോമിലാണ്, അത് മെൽറ്റായി വരുന്നതാണ്. അപ്പോൾ തേൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയാണ് കട്ട പിടിക്കുന്നത്. ഇത് വരുന്ന കാരണം ഒന്ന് ഗ്ലൂക്കോസ് ഫ്രാക്ടോസ് റേഷ്യോ അതിൽ വ്യത്യാസം വന്നാൽ തേൻ കട്ട പിടിക്കും. അതേപോലെ തന്നെ തണുത്ത കാലാവസ്ഥയിലേക്ക് പോലും പൂമ്പൊടിയുടെ വ്യത്യാസം വന്നാലും തേൻ കട്ട പിടിക്കും. ഇത് നോർമൽ സ്റ്റേജിലേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടാക്കുന്നതിലേക്ക് തേൻ ഇറക്കി വെക്കുക. നല്ല ഹീറ്റ് തലച്ചോളത്തിലേക്ക് പറയരുത്. തലച്ചോളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തേൻ്റെ എല്ലാ ഗുണങ്ങളും പോയി പോകും. 60 ഡിഗ്രിയിൽ കൂടുതൽ തേൻ ചൂടാകും. പിന്നെ ഈ ശർക്കര ഇളക്കിയാലും തേൻ ഇങ്ങനെ കട്ട പിടിക്കും. പക്ഷേ എല്ലാത്തേനും കട്ട പിടിച്ച് കഴിഞ്ഞാൽ ശർക്കര ഇറക്കിയതായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് എല്ലാത്തേനും ചിലപ്പോൾ ഒറിജിനൽ തേനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് കട്ട പിടിച്ച് കഴിഞ്ഞാൽ ശർക്കര അല്ലല്ല, തേനിന്റെ കളറിലും അതുപോലെ രുചി. ഈ തേനല്ല ഈ തേൻ. ഇത് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് തേന്റെ കളറിലും അതുപോലെ രുചിയിലും വ്യത്യാസങ്ങൾക്ക് വരുന്നതിന് കുറെ കാരണങ്ങളുണ്ട്. ഒന്ന് ഈ എടുക്കുന്ന പൂവിനനുസരിച്ച് കളറിൽ വരും, രുചിയിൽ വരും. ഇപ്പോൾ തേനീച്ച വാളംപുളിയൊക്കെ പൂക്കുന്ന സമയത്ത് തേനെടുത്ത് കഴിഞ്ഞാൽ ആ തേനിന് പൊളിപ്പ് ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ തന്നെ എടുക്കുന്ന പൂവിനനുസരിച്ച് കാലാവസ്ഥക്കനുസരിച്ച് അതേപോലെ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് റേഷ്യോയുടെ പൂമ്പൊടിയുടെ വ്യത്യാസം, തേനീച്ചയുടെ സ്പീഷീസിനനുസരിച്ച് തേൻ്റെ കളറിലും അതുപോലെ രുചിയുടെ വ്യത്യാസം വരും. അതാണ് ബീ വാക്സ്, തേനീച്ചയുടെ മെഴുക. ഈ ഒരു മെഴുക ഉപയോഗിച്ചിട്ടാണ് അവർ കൂടൊക്കെ അവർ മേക്ക് ചെയ്യുന്നത്. ഇത് വെച്ച് നമ്മളോട് ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട് ബീ വാക്സിന് പേര്. ലിപ്പ് പൊട്ടുന്നതിന്, ലിപ്പാമായിട്ട്, ഡ്രൈ സ്കിന്നിന്, കണ്ണിൻ്റെ ആളെ കറുപ്പുകളതിന്, മോയ്സ്ചറൈസിംഗ് ആയിട്ട് കാലൊക്കെ പൊട്ടുന്നതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് മെഴുക വെച്ച് നമ്മളിവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹമാണ് കാൽവോൺ ഫ്രഷ്. ആളൊരു ഓസ്ട്രിയൻ എത്തോളജിസ്റ്റാണ്. ആളുടെ തിയറി എന്ന് പറയുന്നത് തേനീച്ചകളുടെ കമ്മ്യൂണിക്കേഷനാണ്. നമ്മളൊക്കെ സങ്കടം വന്നാൽ കറിയും സന്തോഷം വന്നാൽ ചിരിക്കും. പക്ഷേ തേനീച്ചയുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതൊക്കെ ഡാൻസിങ്ങിലൂടെയാണ്. ആ ഒരു തിയറി കണ്ടുപിടിച്ചാണ് അദ്ദേഹം. ആള് ഓസ്ട്രിയൻ എത്തോളജിസ്റ്റാണ്. ആൾക്ക് നൊബേൽ പ്രസിദ്ധി കിട്ടിയിട്ടുണ്ട്. പിന്നെ റൂട്ടേക്ക് ഇവിടെ നമ്മള് തേനീച്ചയുടെ കുറച്ച് ബൈ പ്രോഡക്റ്റുകളൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് തേനാണ്. തേനിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തേൻ ടേസ്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഡീപ്പോളം എന്ന് പറഞ്ഞാൽ പൂമ്പൊടിയാണ്. പൂമ്പൊടി ശരിക്കും പ്രോട്ടീൻ പൗഡറാണ്. ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. തേനീച്ചയുടെ ബൈ പ്രോഡക്റ്റാണ്. അടുത്തത് റോയൽ ജെല്ലി. ഈ ഒരു സ്റ്റേജിൽ നിന്നാണ് തേനീച്ചയുടെ കൂട്ട് ഫില്ല് ചെയ്യുന്നത് റോയൽ ജെല്ലിയാണ്. കൂടുതൽ സ്റ്റേജാണല്ലേ. നമ്മളൊരു കൂടൊക്കെ പിടിഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ ആയിരക്കണക്കിന് തേനീച്ച കുഞ്ഞുങ്ങൾ കൂടുതൽ സ്റ്റേജിലുള്ള തേനീച്ചയിലൊക്കെ പിടിഞ്ഞെടുക്കുക. അതാണ് തേനീച്ച കൂടെ പിടിഞ്ഞെടുക്കുക എന്ന് പറയുന്നതിൻ്റെ റെസിപ്പി. അതേപോലെ റാണിക്ക് 5 കൊല്ലം വരെ ആയുസുണ്ട്. ഈ 5 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത റാണിയെ സെലക്ട് ചെയ്യുന്നത്. ഈ 5 കൊല്ലം കഴിഞ്ഞാൽ റാണി ആവാൻ സാധ്യതയുള്ള ഷെല്ലുകളിലേക്ക് റോയൽ ജെല്ലി ഫില്ല് ചെയ്തു. ഇതിന്ന് 16 ദിവസം കൊണ്ട് ആരാണോ ആദ്യം പുറത്തിറങ്ങുന്നത് ആ തേനീച്ചയായിരിക്കും ആ കൂട്ടിലെ റാണി. ആ പുറത്തിറങ്ങുന്ന തേനീച്ച മറ്റ് റോയൽ ജെല്ലി അടച്ച ഷെല്ലുകളൊക്കെ നശിപ്പിച്ചാലും ഇനി ഇൻ കേസ് ഒരേ സമയം 2 റാണികൾ പുറത്തിറങ്ങിയില്ലേ അവർ തമ്മിൽ ഫൈറ്റിംഗ് നടക്കും. ജയിക്കുന്ന ആൾ കൂട്ടിലേക്കും തൊക്കുന്ന ആൾ കുമ്പിട്ട് കൊടുക്കും. ഈ കുമ്പിട്ട് പുറത്തു പോകുന്നത് നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലേക്ക് കുറച്ച് അണികളൊക്കെ കൊടുക്കുന്നത്. അതേപോലെ കുറച്ച് ആൺതേനീച്ചകളും പെൺതേനീച്ചകളും പുറത്താരാണികളുണ്ട്. അവർ പോകും പുതിയ കോളിൽ സെറ്റ് ചെയ്യും. അടുത്തത് ബി വാക്സ് എന്ന് പറയുന്ന മെഴുകാണ്. പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ മരത്തിലേക്ക് കറവിച്ച് തേനീച്ചയുടെ കൂടെ ജോലി ചെയ്യുന്നത്. ഉപയോഗിക്കുന്ന ദമ്മാണ്. ലാസ്റ്റ് കൊണ്ട് എപ്പിഡോക്സിൻ ബി വെനം തേനീച്ചയെ കൊണ്ട് കുത്തിക്കുന്ന ഒരു ട്രീറ്റ്മെന്റാണ്. പണ്ട് കാലത്ത് ഇന്ത്യയിൽ ലീഗലായിട്ട് ഇത് ചെയ്യാൻ പാടില്ല, ഇല്ലീഗലാണ്. അത് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ ഈ ആന്റിബോഡീസ് ഒക്കെ രൂപപ്പെടുത്താനൊക്കെയാണ് കുത്തിച്ചത്. ഇപ്പോൾ ചെയ്യാൻ പാടില്ല, ഇല്ലീഗലാണ്. ഓക്കെ, ടേസ്റ്റ് ചെയ്യാം. ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഹണിയാണ് സിദർ. കാശ്മീരിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. ജോജിബി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്, ആപ്പിളിലേക്ക് സ്പീഷീസിൽ പെട്ട. അത് പൂക്കുന്ന സമയത്താണ് ഈ ഒരു തേൻ കളക്ട് ചെയ്യുന്നത്. ഷുഗർ പേഷ്യൻ്റൊക്കെ ഡയറക്റ്റ് കഴിക്കാൻ വരുന്ന ഹണിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലായിട്ടുള്ള ഓർഗൻസിനൊക്കെ പ്രഗ്നൻസി ലേഡീസിനൊക്കെ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് സിദർ ഹണി.
സിദർ കാശ്മീർ നല്ല കളക്ട് ചെയ്തു. അതെ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ്, മലന്തേൻ കുറ്റല എന്ന് പറയുന്നത് തന്നെ. ഇതിന്റെ പർപ്പസ് പറയുന്നത് തടി കൂടാനും തടി കുറയാനും. രണ്ടിനും ഒരേ തന്നെയാണ്, രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. തടി കുറയാനാണെങ്കിൽ രാവിലെ ഭക്ഷണത്തിന് 1 മണിക്കൂർ മുന്നേ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുക്കുക. അത് കഴിഞ്ഞോ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണിയും 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗറോടെ മിക്സ് ചെയ്ത് വെച്ചാൽ തടി കുറയും. തടി കൂടാനാണെങ്കിൽ രാത്രി മഞ്ഞൾപ്പൊടിയും ആപ്പിൾ സിഡർ വിനെഗർ 1 ടീസ്പൂണും രാവിലെ ഭക്ഷണത്തിന് 1 മണിക്കൂർ മുന്നേ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി 1 പിഞ്ച് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ മിക്സ് ചെയ്ത് തടി കുറയും. ഈ തടി കൂടാനാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ ഭക്ഷണത്തിന് ശേഷം ചെയ്യുക, 1 ഗ്ലാസ് പാലിൽ 1 ടേബിൾ സ്പൂൺ ഹണി മിക്സ് ചെയ്ത് ഡെയിലി. ഇത് വയനാട് തന്നെയാണ്, ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഫോറസ്റ്റ് തന്നെയാണ്. സാധാരണ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതിനാണ് വയനാട് തന്നെ. അതുപോലെ കുട്ടികൾക്കൊക്കെ മെമ്മറി ബുസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വയനാട് തന്നെയുണ്ട്. ഇത് അജ്മീൻ ആണ്, അയമോദയത്തിന്റെ തന്നെ. രാജസ്ഥാനിലെ അയമോദയം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിലാണ് കളക്ട് ചെയ്യുന്നത്. ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, വൈറസ് സംബന്ധ അസുഖങ്ങൾക്കൊക്കെയാണ് അജ്മീൻ ഹണി ഉപയോഗിക്കുന്നത്. അതിന് തേൻ കളക്ട് ചെയ്യുന്നതാണ് അതിന്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ തേൻ. ഇത് കറൻസി ഹണി, ഉങ്ങുമരത്തിന്റെ തേൻ. ഉങ്ങുമരത്തിന്റെ തേൻ എന്തിനു വേണ്ടിയിട്ട് പർപ്പസ്? ഉങ്ങുമരം, ഉങ്ങ് പറഞ്ഞ മരണ്ട്. റോഡ് സൈഡൊക്കെ പോലെ തമിഴ് മരമാണ്. സ്കിൻ അലർജീസ്, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെയാണ് ഉങ്ങ് ഉപയോഗിക്കുന്നത്. ഉങ്ങുമരം, ഉങ്ങുമരം ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്താൽ വെളുത്തുള്ളിയുടെ തേൻ. ശരിക്കും വെളുത്തുള്ളിക്ക് എന്തില്ല, പൂവില്ല, അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി നമുക്ക് തേന് കിട്ടില്ല. ഇതിവിടെ ആഡ് ചെയ്യുന്ന ഹണിയാണ്. വയനാടൻ ഫോറസ്റ്റ് ഏരിയയിൽ 40 ദിവസം വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ പ്രോസസ് ചെയ്തെടുക്കുന്നത്. ഹൃദയ സംബന്ധ അസുഖങ്ങൾക്ക് അതുപോലെ ബാക്ക് ടു റെസ്റ്റോറൻറ്റ് കാര്യമൊക്കെയാണ് വെളുത്തുള്ളിയുടെ തേൻ ഉപയോഗിക്കുന്നത്. ഇതിന് വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് കൊടുക്കണം. പഞ്ചാബ് ഹരിയാന ഭാഗത്താണ് കളക്ട് ചെയ്യുന്നത്. ഉള്ളിൽ കണ്ട വൈറ്റണി അല്ല, വൈറ്റണി കളക്ട് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് നിന്നാണ്. ഇത് പഞ്ചാബ് ഹരിയാന ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന കടകിന തേനാണ്. വെരിക്കോസ് വെയിൻ, ആർത്തറൈറ്റിസ്, ജോയിന്റ് വെയിൻ, ബ്ലഡ് സർക്കുലേഷൻ കുറവിനൊക്കെയാണ് കടകിന തേൻ യൂസ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് വൺ ലിച്ചിയുടെ തേനാണ്. ബീഹാറിലെ ലിച്ചി തോട്ടങ്ങളാണ് കളക്ട് ചെയ്യുന്നത്. ബ്യൂട്ടി പർപ്പസ് ആണ്, മുഖത്തൊക്കെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ പറ്റുന്ന ഹണിയാണ് ലിച്ചിയുടെ തേൻ. വൈറ്റണി ഇല്ല. ഇത് തിന്നു കഴിഞ്ഞാലേ കുടിക്കടാ, അങ്ങനെ തിരിച്ചു പിടിക്കും സ്പൂണ്, ഇങ്ങനെ പിടിക്കും. ഉള്ളിൽ കണ്ടില്ലേ വെള്ളത്തിന് ഇതിലേക്ക് ഇട്ടു കേട്ടോ സ്പൂണുകളൊക്കെ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ചെറുതേനീച്ചകളും നമ്മുടെ മറ്റുള്ള ഈച്ചകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇവർ വരുന്നതന്നെ, ചെറുതേനീച്ചകൾ വരുന്നതന്നെ ഒരു സെപ്പറേറ്റ് ഫാമിലിയാണ്. നമ്മുടെ മറ്റുള്ള തേനീച്ചകൾക്കൊക്കെ പൂവിന്റെ പുറം ഭാഗത്തുള്ള തേൻ മാത്രമേ എടുക്കാനുള്ള കഴിവുള്ളൂ. പക്ഷെ ചെറുതേനീച്ചകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് പൂവിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് തേനെടുക്കുക എന്നുള്ളത്. ഇത് തേനെടുക്കുന്നതൊക്കെ ഔഷധ സസ്യങ്ങളിൽ നിന്ന് മാത്രമാണ്. ഈ ഔഷധ സസ്യങ്ങളെ ഏറ്റവും നല്ല തേനാണ് ആരെടുത്ത് വരുന്നത്? ചെറുതേനീച്ചകൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് എടുത്തു വരുന്നത്. അതുകൊണ്ടാണ് ഈ തേനിന്റെ കൂട്ടത്തിലെ രാജാവാകുന്നത് ചെറുതേൻ. അതേപോലെ തന്നെ ഇതിന്റെ റേറ്റ് കൂടാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ലഭ്യതക്കുറവ്. ഒരു കൊല്ലം കൊണ്ട് ഒരു കൂട്ടം നമുക്ക് 100 മുതൽ 200 ഗ്രാം വരെ ലിറ്റർ അല്ല, അതിൽ 200 1000 കൊല്ലം വരെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും തേൻ ഒരു കേടുപാടും വരില്ല. അത് ഞാൻ പറഞ്ഞ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് വാരി കഴിക്കുക, ഡ്രൈ സ്പൂൺ മാത്രം നല്ലോണം ടൈറ്റ് ചെയ്തില്ല. ഈ രീതിയിൽ കീപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഏത് തേൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് 1000 കൊല്ലം വരെ ഉപയോഗിക്കാൻ പറ്റും. ബാക്കി നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന തേനുകൾ ക്രോസ് ചെയ്യാത്ത ഹണിയൊക്കെ പെട്ടെന്ന് കേടായി പോകും. ഈ പോലെ ഉള്ളിൽ പറഞ്ഞ പൂമ്പടി എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ പൗഡറാണ്.
സാധാരണ തേനി വയനാടൻ ഫോറസ്റ്റ് ഒരു 800 വരും 800 ഇവിടെ 70 ഇപ്പോൾ ഇനി നിങ്ങൾ അതിന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെ